ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ അയല മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ അയല പറ്റിച്ചത്. ഇതൊരു സ്പെഷ്യൽ അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ് ഈ ഒരു അരപ്പിന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് സവാള, ഒരു 1/4 സവാള, ഒരു കുടം വെളുത്തുള്ളി, 2 നീളമുള്ള കഷ്ണം ഇഞ്ചി, ഒരു 10-12 ചെറിയ ഉള്ളി വേണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 4 മീഡിയം സൈസ്ഡ് പച്ചമുളക്, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരപ്പരയ്ക്കാം. അരപ്പിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ അതിൻ്റെ ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ആ എടുത്ത് വെച്ച പച്ചമുളകില്ലേ, 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം ഇതിൽ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയിൽ നിന്നും പകുതി നമുക്ക് ഈ ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 കഷ്ണം ഇഞ്ചി എടുത്തില്ല, അതിൽ ആ വലിയ നീളമുള്ള കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളിടാം. മുളക് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ എരിവിൻ്റെ അളവനുസരിച്ച് ഇടാം കേട്ടോ. അപ്പം ഈ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കുരുമുളകോ അങ്ങനെയൊന്നും ഇടുന്നില്ല. അപ്പോൾ ഈ മുളക് പൊടി തന്നെയാണ് ഇതിൻ്റെ ഒരു എരിവിൻ്റെ ഇത്. പിന്നെ നമ്മളിട്ട പച്ചമുളകും. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒത്തിരി ഫൈൻ പേസ്റ്റ് അല്ല, പക്ഷേ ഇതേപോലെ ഒത്തിരി വാട്ടറി ആവണ്ട, ഇതുപോലെ ആവണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയുള്ളിയൊക്കെ ഇട്ട് ചതച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇനി അരപ്പ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചതക്കിന ഇതിങ്ങെടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി മൊത്തത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സിയിൽ ചെയ്യുന്നതിനെക്കാട്ടി മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് ഒന്ന് പൾസ് ബട്ടൺ വെച്ച് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ ചെറിയുള്ളി ഇട്ട് ചതച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചീൻ്റെ ആ ബാക്കിയുള്ള ഒരു കഷ്ണം കൂടി ഇട്ട് നന്നായി ചതച്ചു. ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള ബാക്കി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ അതും കൂടെ ചതക്കുകയാണ്. നല്ല ചതച്ച് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയാണ് ഏറ്റവും നല്ലത്. എനിക്ക് ചട്ടിയുണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല, മൈക്കിയിട്ടൊന്നുമില്ല, സീസൺ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു പാത്രം എടുക്കുന്ന കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഹെൽത്തി ആയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണ എടുത്തു തന്നേ ഉള്ളൂ. കുറച്ച് ഉലുവയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഒരു കൂട്ടില്ലേ, ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഹൈ വേണ്ട, കരിഞ്ഞു പോവും. ലോയും വേണ്ട, കാരണം നന്നായിട്ട് മൂത്ത് വരണം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സവാള ഒരു മുഴുവൻ സവാള ഞാൻ എടുത്തിട്ടില്ല, ഒരു സവാളേൻ്റെ 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ സ്ലൈസ് ചെയ്ത് നൈസായിട്ട് അരിഞ്ഞതാണ്. അപ്പം ആ ബാക്കിയുള്ള സവാള ഞാൻ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാറ്. അപ്പോൾ അത് പെട്ടെന്ന് ഈ സവാള മുരിയാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് മുരിയും. നമ്മൾ ഈ ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇതിൻ്റെ കൂടെ ബീഫ് ആവട്ടെ, എന്ത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ സവാള കഴിക്കുമ്പോൾ ആ ഫ്രൈയിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കൂട്ടുന്ന ആ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് ഈ ഒരു സവാളയ്ക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ടേസ്റ്റും ആ ഒരു കോമ്പിനേഷനും നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഹെൽത്ത് ബെനിഫിറ്റും കൂടി അതിനുണ്ട് കേട്ടോ. 2 പച്ചമുളക് ഉണ്ടായിരുന്നില്ലേ, ബാക്കി അത് നമ്മൾ ഇതിലേക്ക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ സവാള ഇട്ട് വഴറ്റി ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് പച്ചമുളക് ഇട്ടത്. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഒരു ട്രാൻസ്ലൂസൻറ്റ് കളർ ആവണം കേട്ടോ. ഇപ്പം നല്ല വയന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സിമ്മിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഈ അരപ്പ് അങ്ങോട്ട് ഇട്ടാൽ മതി. എന്നാലേ നമ്മളിത് ഇപ്പോൾ ഒന്ന് വഴറ്റി എടുക്കുമ്പോൾ ഈ അരപ്പ് കുക്കാവൂ. ഇപ്പം ഒത്തിരി വാട്ടറി ആണെങ്കിൽ നമ്മുടെ അരപ്പ് കുക്കാവില്ല. ഇത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വയന്ന് വരണം. ഒന്ന് കളറ് കുറച്ചൊന്ന് മാറി കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറാവും. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മാക്സിമം അതിൽ ഇതാവും. ഫ്ലെയിം സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. കാരണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിയിലൊരു കയ്പ്പ് രസം വരും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സിയുടെ ഗ്രൈൻഡർ ജാറില്ല, അതിൽ കുറച്ച് വെള്ളം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ വരും വെള്ളം. അത് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം.
അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ട. ഇതുപോലൊരു ഒരു ചട്നിയുടെ പരുവം പോലെ ഇതിരിക്കണം. ഒരു 2 മിനിറ്റ് അതിരുന്നൊന്ന് സിമറാവട്ടെ, ഒന്ന് തിളക്കട്ടെ. ആ 2 മിനിറ്റ് നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യരുത്, കാരണം ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഒരു കപ്പ് 1.25 കപ്പ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ ആ ഗ്രൈൻഡർ ജാറിൽ തന്നെ ഒന്നുകൂടെ കുലുക്കി വെള്ളം ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ വെള്ളം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് തിള വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റിൽ തിള വരും. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളിയുടെ അളവ് നിങ്ങൾക്ക് ടേസ്റ്റിൻ്റെ അളവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പുളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അയലയാണ് ഇത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയിലും മാരിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ അധികം നേരമൊന്നും മാരിനേറ്റ് ചെയ്യണമെന്നില്ല, അരമണിക്കൂർ മാരിനേറ്റ് ചെയ്താലും മതി. അപ്പം നമ്മൾ അതിൽ കൂടുതൽ മാരിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ മീൻ. അപ്പം നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് കറിയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലാവും, സാധാരണ ഇടുന്നതിലും മാരിനേറ്റ് ചെയ്തിട്ട് ഇടുന്നതിലുമുള്ള ഒരു വ്യത്യാസം. അപ്പം മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ടു. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അയ്യോ ഒത്തിരി കഷ്ണങ്ങൾ കൊണ്ട് ചാറ് കുറച്ചേ ഉള്ളൂ എന്നൊരു. പക്ഷെ അതങ്ങനെയാണ്. ഗ്രേവി കുറച്ചും ചാറ് കഷ്ണങ്ങൾ കൂടുതലും. അതാണ് അതിൻ്റെ ഒരു പരുവം. അതാണ് പറ്റിച്ചെടുക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒരു 3 ദിവസം, ഇപ്പോൾ 2 പേരൊക്കെ ആണെങ്കിൽ 3 ദിവസമൊക്കെ വെച്ച് ലാവിഷായിട്ട് കൂട്ടാനുള്ള ഗ്രേവി അതിൽ ഉണ്ടാവും. ഇനി മീൻ കഷ്ണങ്ങളിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മീൻ കറികൾ വെക്കുമ്പോൾ ഉള്ള ഒരു ടിപ്പാണ്, അതൊന്ന് സംയോജിക്കാൻ വേണ്ടിയിട്ട്. മീൻ നമ്മൾ ഓൾറെഡി വരങ്ങിയാണ്, അപ്പോൾ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ കയറിക്കോളും. ഇപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി ഇതൊരു 4-5 മിനിറ്റും കൂടെ ഒന്ന് വയ്ക്കണം, അപ്പോഴേ ആ ഒരു നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ തവി വെച്ച് കുത്തി ഇളക്കാനൊന്നും പോകരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അതിപ്പോൾ ഈ മീനിനല്ല, ഏത് മീനാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ ഒരു റെസിപ്പി, ഈ ഒരു രീതിയിൽ നമുക്കിപ്പോൾ അയല മാത്രമല്ല ഏത് ഫിഷ് വേണമെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അതിപ്പം മത്തി ആണെങ്കിലും ഉണ്ടാക്കാം, നെമ്മീനാണെങ്കിലും ഉണ്ടാക്കാം, ഏത് ഫിഷ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യുന്ന ഈ ഒരു ഇതിന് പറയണതാണ് പറ്റിക്കുക എന്ന്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റി ഇതൊന്ന് ചുറ്റിക്കാം. അത് കഴിഞ്ഞൊരു 2 മിനിറ്റും കൂടെ ഇത് അടുപ്പിൽ വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതങ്ങ് ഓഫാക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല തിക്കായില്ലേ, ഇതാണ് പറ്റിക്കുക എന്ന് പറയാം. അപ്പം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേലെ ഒന്ന് ഒഴിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വെളിച്ചെണ്ണയല്ല, ഇപ്പോൾ ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവരാണെങ്കിൽ റൈസ് ബ്രാൻ ഓയിലാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. മതി, ഇത് മതി. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം. ഒരു 20 മിനിറ്റൊക്കെ അത് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് കൂട്ടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഞങ്ങൾ പൊറോട്ടേൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു പൊറോട്ടേൻ്റെ കൂടെ. നമ്മൾ സാധാരണ പൊറോട്ടേൻ്റെ കൂടെ ചില്ലി ചിക്കനും ബീഫ് ഫ്രൈ ഒക്കെയാണ് കഴിക്കുക. പക്ഷേ ഈ ഒരു മീൻ കറി ആപ്റ്റായിരുന്നു പൊറോട്ടയ്ക്ക്. അതേപോലെ തന്നെ നമ്മൾ ഫിഷ് ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.